നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് അടുത്ത വീക്കിലേക്കുള്ള മാർക്കറ്റിന്റെ ഒരു ഔട്ട്ലുക്കും അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ആക്ഷൻസും ആണ്. അപ്പോൾ പ്രധാനമായിട്ടും Q3 ഏർണിംഗ്സ് തന്നെയാണ് അടുത്ത വീക്കിൽ ഏറ്റവും ഒരു പ്രധാന ഒരു ഇവന്റ് എന്ന് പറയുന്നത്. Q3 ഏർണിംഗ്സ് സ്റ്റാർട്ട് ചെയ്യാണ്, ആ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്. എപ്പോഴും പോലെ IT കമ്പനീസ് തന്നെയാണ് ആദ്യം റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ വീക്കിൽ നമുക്ക് പ്രധാനപ്പെട്ട കുറേയധികം ഹെവി വെയിറ്റുകൾ അവരുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീക്കിൽ നമ്മുടെ നിഫ്റ്റിയുടെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ വിപണിയുടെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഭയങ്കര സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 4 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന ഒരു വീക്കിലി നഷ്ടമാണ് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 2.5% നഷ്ടം സൂചികയെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള 2 ആഴ്ചത്തെ നേട്ടത്തിന് ശേഷമാണ് ആഭ്യന്തര വിപണിയിൽ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത്. ഓൾറെഡി നമുക്കറിയാം, ആ ഒരു ഇൻസിഡൻസ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണമാണ് വലിയൊരു സെൽ ഓഫ് നമുക്ക് വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് വീണ്ടും ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ കാരണമാണ് നമുക്ക് വലിയൊരു സെൽ ഓഫ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ബാങ്ക് നിഫ്റ്റി റിലേറ്റീവ്ലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും 1.5% ഒരു ഇടിവ് നിഫ്റ്റി ബാങ്ക് സൂചികയിലും കാണാൻ സാധിച്ചിരുന്നു. മിഡ് ക്യാപ് ഇൻഡെക്സ് കഴിഞ്ഞൊരു വീക്കിൽ 2.5% നഷ്ടം രേഖപ്പെടുത്തി. മറ്റ് സെക്ടേഴ്സ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 6% ഒരു ഇടിവ് വരെ രേഖപ്പെടുത്തിയിട്ടുള്ള സൂചികകളും കഴിഞ്ഞ ആഴ്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ഇന്ത്യ US താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഏത് ഇതിലേക്ക് പോകും എന്നതനുസരിച്ച് തന്നെയായിരിക്കും വിപണിയുടെ ഒരു പ്രധാന പ്രകടനം ആശ്രയിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും അനലിസ്റ്റുകളൊക്കെ പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ GDP സംബന്ധിച്ച് മറ്റ് ഈ ഒരു താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് മൂലം 0.5% to 0.7% വരെ ആയിരിക്കാം ഇത് GDP ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത എന്നുള്ളൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. കാരണം ഏഷ്യൻ കൺട്രീസിലേക്കാണെങ്കിലും യൂറോപ്പിലേക്കൊക്കെ ആണെങ്കിലും ഉള്ള എക്സ്പോർട്ടുകൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാൻ നമ്മുടെ രാജ്യം ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് കൺസംഷൻ ശക്തമായിട്ട് തന്നെ വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ ഒരു പരിധി വരെ ഇതിന്റെ ഒരു ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചേക്കും എന്നുള്ളൊരു വിലയിരുത്തൽ അനലിസ്റ്റുകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അടുത്തൊരു 3 മുതൽ 6 മാസത്തേക്ക് ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് തന്നെയാണ് പങ്കുവെക്കുന്നത്. ഈ ഒരു ഗ്ലോബൽ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെൻഷൻസ് എത്രത്തോളം കുറയുന്നുണ്ട്, അതോടൊപ്പം ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും മറ്റ് ഘടകങ്ങളിൽ വിപണിയുടെ ഗതിയും ഒക്കെ തന്നെ നിർണ്ണയിക്കാൻ സാധ്യത. ഇനി പ്രധാനമായിട്ടുമുള്ളത് ഈ പറയുന്ന പോലെ Q3 റിസൾട്ടിന്റെ ഒരു ആരംഭം തന്നെയാണ്. TCSന്റെ റിസൾട്ടോട് കൂടിയിട്ട് ഈ റിസൾട്ട് സീസണ് ആരംഭം കുറിക്കുകയായി. HCL ടെക്, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, വിപ്രോ പോലുള്ള മറ്റ് പ്രധാനപ്പെട്ട IT കമ്പനികളും തുടർന്ന് അങ്ങോട്ട് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാനിരിക്കുന്നുണ്ട്. ഇത് നിഫ്റ്റിയിൽ ഏകദേശം 13% ഒരു വെയിറ്റേജ് ആണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ടുകൾ മൂലം കമ്പനികൾക്ക് ഉണ്ടാകുന്ന മൂവ്മെന്റ് തീർച്ചയായിട്ടും സൂചികയെ സംബന്ധിച്ചും റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റിലയൻസ് ഈ വീക്കിൽ തന്നെയാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. HDFC ബാങ്ക്, ICICI ബാങ്ക്, പിന്നെ യെസ് ബാങ്ക് പോലുള്ള ബാങ്കിങ് സ്റ്റോക്കുകൾ ശനിയാഴ്ചയിൽ റിസൾട്ട് അനൗൺസ് ചെയ്യാനിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് അതിന്റെ അടുത്ത ഒരു തിങ്കളാഴ്ചയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് മുന്നേയും നമുക്ക് ഓഹരികളിൽ ഇതിന്റെ ഒരു റാലി അല്ലെങ്കിൽ ഒരു ഇടിവൊക്കെ നമുക്ക് മൂവ്മെന്റ് നല്ല രീതിയിൽ കാണാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് IT ഓഹരികൾ തന്നെയാണ്. IT ഓഹരികളെ സംബന്ധിച്ച് റിസൾട്ടിന് ശേഷം മാനേജ്മെന്റ് ഗൈഡൻസ് എന്ത് നൽകുന്നു എന്നതാണ് പ്രധാനമായിട്ടും നിക്ഷേപകർ ശ്രദ്ധിക്കുക. മാനേജ്മെന്റ് ഗൈഡൻസ്, അതായത് റവന്യൂ ഗൈഡൻസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും അവർ ശ്രദ്ധിക്കും. അതോടൊപ്പം ക്ലയന്റുകൾ, ഈ IT കമ്പനികളുടെ ക്ലയന്റുകൾ IT ബജറ്റിന് വേണ്ടി ഈ വർഷം എത്ര തുകയാണ് മാറ്റിവെച്ചിരിക്കുന്നത്, അതോടൊപ്പം ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങിൽ എത്രത്തോളം റിക്കവറി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ H1B വിസ അപ്രൂവൽസിൽ വലിയ ഒരു കർശന നടപടികൾ വന്നതുകൊണ്ട് തന്നെ ഹയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കമ്പനികൾ നടത്തുന്ന അനൗൺസ്മെന്റ് ഒക്കെ റിസൾട്ടിന് ശേഷം ഇവർ നടത്തുന്ന പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വളരെയധികം നിർണായകമാകും. ഇത് കമ്പനികളുടെ പ്രകടനത്തെയും ഔട്ട്ലുക്കിനെയും ഒക്കെ തന്നെ വളരെയധികം സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ AI ടെക്നോളജിയിൽ കമ്പനികൾ സ്വീകരിക്കുന്ന നടപടി എന്താണ്, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് അവർ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും IT കമ്പനികളെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ഇനി റിലയൻസിന്റെ റിസൾട്ട് വരികയാണെങ്കിൽ റിലയൻസിന്റെ റിസൾട്ട് 16 ഈ ഒരു വെള്ളിയാഴ്ചയാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. 16 തീയതിയാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്.
റിലയൻസിനെ സംബന്ധിച്ച് എനർജി, റീറ്റെയിൽ ഒപ്പം തന്നെ ടെലികോം ബിസിനസ്സുകൾ എത്രത്തോളം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്, എങ്ങനെ പോകുന്നു എന്നതിന്റെ ഒരു ഔട്ട്ലുക്ക് നമുക്ക് റിലയൻസിന്റെ റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഡിമാൻഡിൽ എത്രത്തോളം പുരോഗതി ഉണ്ടായിട്ടുണ്ട്, അതിനുവേണ്ടി നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിലയൻസിന്റെ റിസൾട്ടിൽ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇനി മാക്രോ ലെവലിൽ നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഡാറ്റകളും ധാരാളം വരുന്നുണ്ട്. CPI ഡാറ്റയാണ് അതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാന ഡാറ്റ. അതോടൊപ്പം WPI, ഫുഡ് ഇൻഫ്ലേഷൻ പോലുള്ള ഡാറ്റകളും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. കാരണം എപ്പോഴും പറയുന്ന പോലെ CPI ഒക്കെ നമ്മുടെ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ CPI ഡാറ്റകളും ഈ ഒരു ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ ധാരാളം ഇവന്റുകളാണ് വരുന്ന ആഴ്ചയിൽ വരാനിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പുറത്തെ സൈഡിൽ US-ഉം ഇന്ത്യയും തമ്മിലുള്ള കൺസേൺസ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഒരേപോലെ ഇമ്പോർട്ടൻസ് അർഹിക്കുന്നുണ്ട്. ഇനി ടെക്നിക്കൽ വ്യൂ നോക്കാം. നിഫ്റ്റി 50യെ സംബന്ധിച്ച് പൊന്മുടി ആർ എന്ന് പറയുന്ന അനലിസ്റ്റ് പറയുന്ന ഒരു വ്യൂ ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. 5 സെഷനുകൾ കൊണ്ട് തുടർച്ചയായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി 2.5% നഷ്ടമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 26,000 എന്നുള്ള ഒരു ലെവലിന് താഴേക്ക് ഒരു കൺസോളിഡേഷൻ സോൺ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ഒരു ബെയറിഷ് ക്യാൻഡിൽ തന്നെയായിരുന്നു ചാർട്ടിൽ നമുക്ക് പ്രകടമായത്. അത് ഒരു ഹെവി സെല്ലിംഗ് പ്രഷറിന്റെ സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. എങ്കിൽ പോലും മേജർ ആയിട്ടുള്ള വീക്കിലി മൂവിംഗ് ആവറേജിന് മുകളിൽ നിലനിൽക്കാൻ നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. വരും സെഷനുകൾ 25,600, 25,700 എന്നുള്ളൊരു ലെവലിലായിരിക്കും ക്രൂഷ്യൽ സപ്പോർട്ട് ആക്ട് ചെയ്യുക. 25,600 എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ 25,300, 25,000 എന്നൊരു റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. മൊമെന്റം ഇൻഡിക്കേറ്റേഴ്സ് ന്യൂട്രൽ ടു ബെയറിഷ് സ്റ്റാൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. RSI 38 ആയിട്ടാണ് തുടരുന്നത്. അതായത് ഒരു ഓവർസോൾഡ് ബൗൺസിന്റെ ഒരു സൂചനകളും നമ്മൾ തള്ളിക്കളയരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ 25,800, 25,900 എന്ന റേഞ്ചിലാണ് നമ്മൾ പ്രധാന റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്. തുടർന്ന് അങ്ങോട്ട് 26,000, 26,100 സോണിലും അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ ഓപ്ഷൻ ഡാറ്റ ജനുവരി 13 വീക്കിലി എക്സ്പയറിയിൽ കാണിക്കുന്നത് കോൾ റേറ്റിംഗ് 26,000 സ്ട്രൈക്കിലാണ് കൂടുതലായിട്ടും കാണാൻ സാധിച്ചിരിക്കുന്നത്. അവിടെ 26.65 കോടി ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി പുട്ട് റൈറ്റിംഗ് ഏകദേശം 12.9 കോടി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു റേഞ്ച് ബൗണ്ട് ടു ഒരു ബെയറിഷ് സിഗ്നൽ ആണ് നമുക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭേദപ്പെട്ട പ്രകടനമായിരുന്നു ബാങ്ക് സൂചിക കാഴ്ചവെച്ചത്. 59,000 എന്നുള്ള ഒരു ലെവല് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കമ്പനിക്ക് അല്ലെങ്കിൽ സൂചികയ്ക്ക് 59,600, 60,000 എന്നുള്ള ഒരു റേഞ്ചിലേക്കുള്ള റിക്കവറി പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. 59,000, 59,500 എന്നുള്ള ലെവലിലാണ് നമ്മൾ സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത്. നേരെ മറിച്ച് 59,000 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ കൺസോളിഡേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 58,700, 58,500 എന്നൊരു റേഞ്ചിലായിരിക്കും കൺസോളിഡേഷൻ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സെൻസെക്സിനെ സംബന്ധിച്ച് 83,500 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടത്. 83,000, 82,150 എന്നൊരു റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു 83,500 ബ്രേക്ക് ചെയ്താൽ ഒരു വീക്ക്നെസ് നമുക്ക് സൂചികയിൽ എക്സ്പെക്ട് ചെയ്യാം. തുടർന്ന് 83,000, 82,150 ആണ് ശ്രദ്ധിച്ചിരിക്കേണ്ട അടുത്ത ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. മുകളിൽ 84,500, 85,000 സോണിൽ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ റിസ്കുകൾ നിലനിൽക്കുന്നതിനാൽ ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെ ആയിരിക്കണം നിക്ഷേപകർ സ്വീകരിക്കേണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി പൊന്മുടി ആർ പങ്കുവെക്കുന്നുണ്ട്. ഇനി നമുക്ക് വരുന്ന ആഴ്ചയിൽ നടക്കാനിരിക്കുന്ന കോർപ്പറേറ്റ് ആക്ഷൻസ് നോക്കാം. അതിലാദ്യം റിസൾട്ടുകൾ തന്നെയാണ്. ജനുവരി 12 അതായത് തിങ്കളാഴ്ച തന്നെ TCSന്റെ റിസൾട്ട് വരുന്നുണ്ട്. ആനന്ദ് റാത്തി, HCL ടെക്നോളജീസ്, ഇൻഫിബീം അവന്യൂസ് പോലുള്ള കമ്പനികളാണ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത്. ജനുവരി 13 ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ്, ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ്, ടാറ്റ LXC, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പോലുള്ള കമ്പനികളാണ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജനുവരി 14 ഇൻഫോസിസ്, ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ഗ്രോ അതായത് ബില്യൺ ബ്രെയിൻസ് കാരേജ് വെഞ്ചേഴ്സ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, നെറ്റ്വർക്ക് 18 മീഡിയ, HDB ഫൈനാൻഷ്യൽ സർവീസസ്, ഈ കമ്പനികളൊക്കെ
ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ജാനുവരി 15 HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, 361 വാം, LT ടെക്നോളജി സർവീസ്, ഏഞ്ചൽ വൺ എന്നീ കമ്പനികളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ജനുവരി 16 റിലയൻസ്, വിപ്രോ, പോളിക്യാബ്, ടെക് മഹീന്ദ്ര, ഫെഡറൽ ബാങ്ക്, L&T ഫിനാൻസ്, പൂനാവാല ഫിൻകോപ്പ്, ടാറ്റ ടെക്നോളജി പോലുള്ള കുറേയധികം കമ്പനികൾ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ജനുവരി 17 ശനിയാഴ്ച HDFC ബാങ്ക്, ICICI ബാങ്ക്, യെസ് ബാങ്ക്, JK സിമന്റ് പോലുള്ള കമ്പനികളാണ് പ്രധാനമായിട്ടും റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന കമ്പനികൾ. ഇനി അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ്, ബോണസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീക്കിലും ഈ ഒരു വീക്കിലെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്കിൽ പോലും ഒന്നുകൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യത്തെ കമ്പനി SKM എഗ് പ്രൊഡക്ട്സ് എക്സ്പോർട്സ് ആണ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 1:2 എന്ന അനുപാതത്തിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അടുത്ത കമ്പനി ഓതം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. 4:1 എന്നുള്ള അനുപാതത്തിൽ ബോണസ് ഷെയർസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ഡേറ്റ് ജനുവരി 13 ചൊവ്വാഴ്ചയാണ്. കോട്ടക് മഹീന്ദ്രയാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. 1:5 എന്നുള്ള റേഷ്യോയിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 5 രൂപ മുഖവിലയുള്ള ഷെയർ 1 രൂപ മുഖവിലയിലേക്ക് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ജനുവരി 14 ഇതിന്റെ റെക്കോർഡ് ഡേറ്റ് എന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അജ്മേര റിയൽറ്റി ആൻഡ് ഇൻഫ്ര ആണ് അടുത്തത്. കമ്പനിയെ സംബന്ധിച്ച് 1:5 എന്നുള്ള റേഷ്യോയിൽ തന്നെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ജനുവരി 14 തന്നെയാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത്. ബെസ്റ്റ് അഗ്രോ ലൈഫ് ലിമിറ്റഡ് ആണ് അടുത്തത്. സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസ് ഇഷ്യൂം രണ്ടും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1:10 എന്ന റേഷ്യോയിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ബോണസ് ഷെയർസ് നൽകുന്ന 1:2 എന്നുള്ള ഒരു അനുപാതത്തിലാണ്. ജനുവരി 16 കമ്പനിയുടെ റെക്കോർഡ് ഡേറ്റ് വരുന്നത്. ഇനി ജാരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജ്മെന്റ് റിസർച്ച് ലിമിറ്റഡ് ആണ് അടുത്ത കമ്പനി. ഡിവിഡൻഡ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ടാൽടെക് ആണ് അടുത്ത സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കും ഇന്ററിം ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളിൽ മിക്കതും ഈ ഒരു ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. TCS ആണ് അതിൽ ഡിവിഡൻഡ് നൽകാൻ സാധ്യതയുള്ള ഒരു കമ്പനി. ഒരു പരിഗണനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിയാണ് TCS. ലോക്ക് ഇൻ പീരീഡ് കഴിഞ്ഞ കുറച്ച് സ്റ്റോക്കുകൾ കൂടി മനസ്സിലാക്കാം. ലോക്ക് ഇൻ പീരീഡ് കഴിയുമ്പോൾ കുറെ കൂടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർസ് അവൈലബിൾ ആകും എന്ന് കരുതി അത് നിക്ഷേപകരെ ലോക്ക് ഇൻ പീരീഡ് കഴിഞ്ഞ് നിക്ഷേപകർ അത് വിൽക്കണം എന്ന് നിർബന്ധമില്ല. എങ്കിൽ പോലും ലോക്ക് ഇൻ പീരീഡ് കഴിയുന്ന സ്റ്റോക്കുകളിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കാണുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നും വളരെ ക്വിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് വേക്ക്ഫിറ്റ് ഇന്നോവേഷൻസ് ആണ്. സ്റ്റോക്കിന്റെ 257 കോടി രൂപയുടെ സ്റ്റോക്കുകളാണെങ്കിൽ ഓഹരികളാണ് ഫ്രീ ആവാൻ പോകുന്നത്. ഈ ഒരു സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 12% താഴെയാണ് വ്യാപാരം ചെയ്യുന്നത്. 14.9 മില്യൺ ഷെയർസ് ആണ് ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുന്നതോട് കൂടിയിട്ട് ട്രേഡ് ചെയ്യാൻ അവൈലബിൾ ആകാം. ICICI Prudential AMC ആണ് അടുത്തൊരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിന്റെ 7 മില്യൺ ഷെയർസ് ആണ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആകുന്നത്. ജനുവരി 16 ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുന്നത്. 1862 കോടി രൂപയുടെ ഷെയർസ് ആണ് അവൈലബിൾ ആകാനുള്ള സാധ്യത. കനറ HSBC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ലോക്ക് ഇൻ പീരീഡും അവസാനിക്കുന്നുണ്ട്. 3 മാസത്തെ ലോക്ക് ഇൻ പീരീഡ് ആണ് കഴിയുന്നത്. ജനുവരി 13 ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുന്നത്. 35 മില്യൺ ഷെയർസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്ക് 40% മുന്നേറ്റത്തിലാണ് നിലവിൽ. ഇഷ്യൂ പ്രൈസിൽ നിന്ന് 40% റാലി ഓൾറെഡി നടത്തിയിട്ടുണ്ട്. 147 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് അടുത്ത സ്റ്റോക്ക്. 6 മാസത്തെ ഒരു ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുകയാണ്. ജനുവരി 12 അവസാനിക്കുന്നത്. 38 മില്യൺ ഷെയർസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. 5862 കോടി രൂപയുടെ ഷെയർസ് ആയിരിക്കും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭ്യമാവാൻ സാധ്യത. കനറ റൊബേക്കോ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് അടുത്തത്. ഈ ഒരു സ്റ്റോക്കിന്റെ 7.5 മില്യൺ ഷെയർസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. 3 മാസത്തെ ലോക്ക് ഇൻ പീരീഡ് ആണ് അവസാനിക്കുന്നത്. 220 കോടി രൂപയുടെ വെർത്താണ് ഈ ഷെയർസിനുള്ളത്. ഈ ഒരു സ്റ്റോക്കും അതിന്റെ IPO പ്രൈസിൽ നിന്നും 10% മുന്നേറ്റം നിലവിൽ പ്രകടമാക്കിയിട്ടുണ്ട്. ജനുവരി 12 ഇനി ഫ്രീ ആകുന്നത് കൊറോണ റെമഡീസ് ആണ്. അതോടൊപ്പം തന്നെ റൂബിക്കോൺ റിസർച്ചിന്റെ ഓഹരികളും ലോക്ക് ഇൻ പീരീഡ് അവസാനിച്ച് ഫ്രീ ആകുന്നുണ്ട്. ട്രാവൽ ഫുഡ് സർവീസസ് ആണ് അടുത്തത്. ഇനി ജനുവരി 14 ബുധനാഴ്ച പാർക്ക് മെഡി വേൾഡിന്റെയും അതുപോലെ തന്നെ നെഫ്രോ കെയർ ഹെൽത്ത് സർവീസസിന്റെയും ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുന്നുണ്ട്. ഇനി ജനുവരി 16 വെള്ളിയാഴ്ച സ്മാർട്ട് വർക്ക്സ് കോവർക്കിംഗ് സ്പേസസിന്റെ 31 മില്യൺ ഷെയർസ് ഫ്രീ ആയിരിക്കും, അവൈലബിൾ ആണ്, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആകാനുള്ള സാധ്യതയുണ്ട്.
അതായത് 1441 കോടി രൂപയുടെ ഷെയർസ് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. സ്റ്റോക്ക് ഇഷ്യൂ പ്രൈസിൽ നിന്നും 14% മുന്നേറ്റം ഓൾറെഡി നടത്തിയിട്ടുണ്ട്. സോ ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുന്ന ഓഹരികളിലും നമുക്ക് പൊതുവെ ഒരു മൂവ്മെന്റ് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളും നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇത്രയും കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ് അടുത്ത വീക്കിൽ വരാൻ പോകുന്നത്. അപ്പോൾ ധാരാളം മാക്രോ ഇവന്റുകളും മാക്രോ ഡാറ്റകളും ഒപ്പം തന്നെ കോർപ്പറേറ്റ് റിസൾട്ടുകളും ഒക്കെ ഉള്ള ഒരു ഇവന്റ്ഫുൾ ആയിട്ടുള്ള ഒരു വീക്കിലേക്കാണ് വിപണി കടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ തുടരുന്ന ഒരു ബെയറിഷ്നെസ് എത്രത്തോളം തുടരുമെന്ന് തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്.